ഓക്കെ. അപ്പം ഈ ഒരു മൊഡ്യൂളിനകത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം മൊഡ്യൂൾ കുറച്ച് ചെറിയ മാർക്കിന്റെ മൊഡ്യൂളാണ്. അപ്പം മാക്സിമം ഉള്ള ക്വസ്റ്റ്യൻസ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാസ്മ ആർ കട്ടിംഗ് വാസ് പോപ്പുലർ ബൈ. ഓക്കെ. അപ്പം പ്ലാസ്മ ആർ കട്ടിംഗ് എന്ന് പറയുന്നത് ഏത് പീരീഡിലാണ് പോപ്പുലർ ആയിരുന്നത്, അല്ലെങ്കിൽ ഏത് പീരീഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ ചില എക്സാമിനൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യനകത്തിൽ ആ ഒരു പ്രോസസ്സിന്റെ ടൈം ഒക്കെ ചോദിക്കുക, അതായത് ഏത് പീരീഡിലാണ്. ഇപ്പൊ നേരത്തെ ഒരു എക്സാമിന് AC പൈപ്പ് കണ്ടുപിടിച്ച വർഷം ഏതാ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു ടെക്സ്റ്റിലുള്ള കാര്യം ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഓപ്ഷൻ എ 1960, ഓപ്ഷൻ ബി 1940, ഓപ്ഷൻ സി 1950, ഓപ്ഷൻ ഡി 1920. അതായത് പ്ലാസ്മ ആർ കട്ടിംഗ് എന്ന് പറയുന്ന ഒരു കട്ടിംഗ് പ്രോസസ്സ് ഏത് കാലഘട്ടത്തിലാണ് പോപ്പുലർ ആയിരുന്നത്, അല്ലെ അതിന്റെ ഒരു പോപ്പുലാരിറ്റി അതിന് കിട്ടിയത്? അപ്പൊ ആ ഒരു വർഷത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1960, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി 20. 1950 ആണോ? 1950 പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? എല്ലാവർക്കും സെയിം ആണോ? 1950 മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പം നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. അതെ, 1950 തന്നെയാണ് അതിന്റെ ആൻസർ. അതായത് പ്ലാസ്മ ആർക്ക് കട്ടിംഗ് എന്ന് പറയുന്നത് പോപ്പുലർ ആയ വർഷം എന്ന് പറയുന്നത് 1950 ആണ്. ഓക്കെ. 1950, 53 ആ ഒരു പീരീഡിലാണ് ആക്ച്വലി 1950s എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പൊ ആ ഒരു പീരീഡിൽ പറഞ്ഞ പോലെ റോബർട്ട് എം ഗേജ് എന്ന് പറയുന്ന ആളാണ് ഇത് ഇൻവെന്റ് ചെയ്തത്, അല്ല പേറ്റന്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പ്രോസസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ് അറിയാമല്ലോ, GTAW വെൽഡിങ് അറിയാമല്ലോ. അപ്പൊ ആ ഒരു പ്രോസസ്സിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് എന്ത് വന്നേക്കുന്നത്, ഈ പ്ലാസ്മ ആർക്ക് കട്ടിംഗ് പ്രോസസ് എന്ന് വന്നേക്കുന്നത്. അപ്പം ആ ഒരു 1950 കാലഘട്ടത്തിലാണ് ഇത്. 50, 57, 53 അങ്ങനെ വരും. അപ്പൊ 50s എന്നുള്ളത് എടുത്താൽ മതി. അപ്പൊ ആ ഒരു പീരീഡിലാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ്, പേറ്റന്റ് ഒക്കെ എടുത്ത് ഇത് പോപ്പുലറായി യൂസിൽ വന്നത്. ഓക്കെ. അപ്പം ആ ഒരു പീരീഡ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത, അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്? ഓക്സി ഫ്യൂവൽ കട്ടിംഗ് ഈസ് എ ഡാഷ് പ്രോസസ്. ഓക്കെ. ഓക്സി ഫ്യൂവൽ കട്ടിങ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് കെമിക്കലാണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇലക്ട്രിക്, ഓപ്ഷൻ സി ഫ്യൂഷന്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബോവ്. അപ്പം ഓക്സി ഫ്യൂവൽ കട്ടിംഗ് പ്രോസസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്സിജന്റെ പ്രസൻസിൽ ഒരു ഫ്യൂവൽ ഗ്യാസിനെ ബേൺ ചെയ്ത് ആ ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് ഓക്സിജന്റെ പവർ ഉപയോഗിച്ച് ഫ്ലെയിം കൊണ്ട് ചൂടാവുന്നു, ഓക്സിജൻ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഓക്സിഡേഷനും കട്ടിങ് അവയും സംഭവിക്കുന്നു. അപ്പം ഇതാണ് ഓക്സി ഫ്യൂവൽ കട്ടിങ് എന്ന് പറഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അപ്പം അത് എന്ത് തരം പ്രോസസ്സാണ്, അല്ലെ എന്താണ് അവിടെ ബേസിക്കലി നടക്കുന്ന കാര്യം, അതിന്റെ പിന്നിലുള്ള ഒരു മെക്കാനിസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ കെമിക്കൽ, ഓപ്ഷൻ ബി ഇലക്ട്രിക്, ഓപ്ഷൻ സി ഫ്യൂഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. കെമിക്കൽ ഒരാൾ പറഞ്ഞു. കെമിക്കൽ തന്നെയാണോ ബാക്കിയുള്ളവരുടെ ആൻസർ? അതെ, ഓപ്ഷൻ എ കെമിക്കൽ എന്ന് പറയുന്നു. ഓക്കെ. അപ്പം നമുക്ക് തന്നെ ആൻസർ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് കെമിക്കലാണ്. ഓക്കെ. അപ്പം ഓക്സിഫ്യൂവൽ ഗ്യാസ് കട്ടിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് പറയാം. ഓക്സിഫ്യൂവൽ ഗ്യാസ് കട്ടിംഗ് എന്ന് പറയുന്നത് അതൊരു കെമിക്കൽ റിയാക്ഷൻ കാര്യം സംഭവിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഓക്സിഡേഷൻ ഓഫ് ദ മെറ്റൽ അറ്റ് ദ മോൾട്ടൺ സ്റ്റേജ്, അല്ലെ ഉരുകിയിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഓക്സിഡേഷൻ സംഭവിച്ച് അതിനെ എന്ത് ചെയ്യുന്നു, ആ ഓക്സിജന്റെ ഷാർപ്പ് ജെറ്റ് കൊണ്ട് നമ്മൾ പുഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അൺസ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിലാവും പെട്ടെന്ന് അത് കട്ടായി പോകാനുള്ളൊരു ടെൻഡൻസി കൂടുതൽ കാണിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അത് കെമിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് എന്ന് പറഞ്ഞ കേസൊന്നും അവിടെ വരുന്നില്ല. ഫ്യൂഷൻ വരുന്നത് വെൽഡിങ്ങിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് കട്ടിങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് പ്രോസസ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കെമിക്കലാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ ഗ്യാസും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് കൂടെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഓക്സിജനെയും കൂടെ ഉപയോഗിക്കും. അപ്പോൾ ആ ഫ്യൂവൽ ഗ്യാസിന്റെ ഫ്ലെയിം ഹീറ്റ് ആയിട്ട് ഒരു മെറ്റലിനെ എന്ത് ചെയ്യും, അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കും. അതിനുശേഷം നമ്മൾ അവിടത്തേക്ക് ഓക്സിജന്റെ ഒരു ജെറ്റിനെയാണ് അങ്ങോട്ട് ബ്ലോൺ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അങ്ങോട്ട് ഇങ്ങനെ നല്ല ശക്തിയായിട്ട് തുറന്നു വിടുന്നത്. അത് എവിടേക്കാണ് ചെല്ലുന്നത്, ആ ഒരു ഹീറ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഷാർപ്പ് ജെറ്റ് ചെല്ലുമ്പോൾ എന്താണ്, ഒരു
കത്തി പോലെ അല്ലെങ്കിൽ നൈഫ് പോലെ ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് ആ ഒരു ലിക്വിഡ് എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി അയൺ ഓക്സൈഡ് ആയിട്ട് മാറും ആ ഒരു ഉരുകിയിരിക്കുന്ന അവസ്ഥയിൽ. ഓക്കെ, ഇവ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഗ്യാസുകൾ അല്ലെങ്കിൽ വാതകങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു തീ പിടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ബേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളത് അസെറ്റ്ലീന്, പ്രൊപ്പൈന്, നാച്ചുറൽ ഗ്യാസ്, അത്തരത്തിലുള്ള അതുപോലെ മീഥൈൽ, അസെറ്റ്ലീൻ, അത്തരത്തിലുള്ള ഗ്യാസുകളൊക്കെയാണ് ഇവിടെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഓക്സി ഫ്യൂൽ കട്ടിങ്ങിന്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് നമുക്കൊരു 0.5 mm മുതൽ ഒരു 250 mm തിക്നെസ് വരെയുള്ള റേഞ്ചുകളിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, ഓക്സി ഫ്യൂൽ കട്ടിങ്ങിന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പലയിടത്തും പല രീതിയിൽ പറയുന്നുണ്ടെന്നാലും ഒരു ചെറിയ റേഞ്ച് എന്ന് പറയുന്നത് 0.5 mm മുതൽ 250 mm വരെയാണെന്നൊരു ജനറലി പറയാൻ പറ്റും നമുക്ക്. അതുപോലെ ഓക്സി ഫ്യൂൽ കട്ടിങ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, എക്യുപ്മെന്റ് കോസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മാനുവലി അല്ലെങ്കിൽ മെഷീനൈസ്ഡ് ആയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ഒരു സ്യൂട്ടബിലിറ്റി അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സി ഫ്യൂൽ കട്ടിങ് എക്യുപ്മെന്റ് ലോ കോസ്റ്റ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ലോ കാർബൺ സ്റ്റീലുകളിലും അതുപോലെ തന്നെ പച്ചിരുമ്പിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഹൈ കാർബൺ സ്റ്റീലുകൾക്ക് ഇത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഓക്സി ഫ്യൂൽ കട്ടിങ്ങിന്. അതിനൊരു ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് നമ്മുടെ എന്താണ് ഓക്സി ഫ്യൂൽ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഓക്സി ഫ്യൂൽ കട്ടിങ്ങും നടക്കുന്നത്. ഓക്കെ, എല്ലാം സെയിം തന്നെയാണ്. ടോർച്ചും കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ആംഗിളും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. ബാക്കി പ്രോസസ്സും പരിപാടിയൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പം ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്ലാസ്മ ആർക്ക് കട്ടിങ് ആർക്ക് വെലോസിറ്റി. ഓക്കെ, അപ്പൊ പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിന്റെ ആ ഒരു വെലോസിറ്റി, ഓക്കെ, അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്ലാസ്മ ജെറ്റിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. 100 m/s ഓപ്ഷൻ എ, ഓപ്ഷൻ ബി 200 m/s, ഓപ്ഷൻ സി 400 m/s, ഓപ്ഷൻ ഡി 600 m/s. ഓപ്ഷൻ ഡി 600 m/s. ഓപ്ഷൻ ഡി ഒരാള് 600 m/s പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും ആൻസർ പറയാനുണ്ടോ? ഒന്നുള്ള ക്വസ്റ്റ്യൻ വായിക്കാം, ക്ലിയർ അല്ലാത്തവർ ശ്രദ്ധിക്കുക. പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിന്റെ വേഗത, അതായത് അതിലെ ഒരു ജെറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ജെറ്റാണ് കട്ടിങ് ചെയ്യുന്നത് നമുക്കറിയാം. ഗ്യാസിന്റെ ഒരു ജെറ്റ് അത് വേറെ സ്റ്റേറ്റിൽ എത്തുന്നു. അപ്പൊ ആ ഒരു ജെറ്റ് എന്ന് പറയുന്നതിന് എത്ര വേഗതയുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ 100 m/s, രണ്ടാമത്തെ ഓപ്ഷൻ 200 m/s, മൂന്നാമത്തെ ഓപ്ഷൻ 400 m/s, നാലാമത്തെ ഓപ്ഷൻ 600 m/s. അപ്പം വെലോസിറ്റി എത്രയാണെന്നുള്ളത് അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഇതൊക്കെ ചെറിയ വാല്യൂസ് ആണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന അതുപോലെ പോയി മാർക്ക് ചെയ്തിട്ട് വരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓപ്ഷൻ ഡി 600 തന്നെയാണ്. ഓപ്ഷൻ ഡി 600 തന്നെയാണ് പറയുന്നത് വീണ്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ചോദ്യം ഇതായിരുന്നു, പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിന്റെ ആ ഒരു ആർക്ക് ജെറ്റിന്റെ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് 600 m/s ആണ് 2-3 പേര് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ ആൻസർ. അപ്പൊ ഉറച്ചു നിൽക്കുന്ന ആൻസർ അത് തന്നെയായത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ, വലിയ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ആവശ്യമില്ല, ആർക്കും പെട്ടെന്ന് പഠിച്ചു വെക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ട് അത് സേഫ് ആക്കി വെക്കുക. പിന്നെ മുമ്പോട്ട് ഉള്ള സമയത്ത് കുറച്ചുകൂടെ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യനുകളൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുക. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിന് അധികം ടൈം മെനക്കെടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം പ്ലാസ്മ ആർക്ക് കട്ടിങ് വെലോസിറ്റി ഓപ്ഷൻ ഡി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, PAC എന്ന് കൊടുത്തിരിക്കുന്നത് പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിനെ തന്നെയാണ്, കുറച്ചുകൂടെ വലുതായിട്ട് വരണ്ടെന്ന് വെച്ചിട്ട് കൊടുത്തതാണ്. ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ PAC എന്ന് പറഞ്ഞാൽ പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട പൊളാരിറ്റി, what is the main polarity that is employing plasma arc cutting? പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിന് ഏത് പൊളാരിറ്റി ആണ് അല്ലെങ്കിൽ ഏത് കറണ്ടിന്റെ ടൈപ്പ് ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ DC പോസിറ്റീവ്, ഓപ്ഷൻ ബി DC നെഗറ്റീവ്, ഓപ്ഷൻ സി AC, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ബി DCN. ഓപ്ഷൻ ബി DCN പറഞ്ഞ ആളുകളുണ്ട്. ഓപ്ഷൻ ബി DCEN.
ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി തന്നെയാണ് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളവരോട് നോക്കുക, എല്ലാവർക്കും അത് തന്നെയാണ്, അതാണോ വരുന്നത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിന്റെ പൊളാരിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ DC ഇലക്ട്രോഡ് പോസിറ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ DCEN. ഓക്കെ, നെഗറ്റീവ് പൊളാരിറ്റി. അതുപോലെ തന്നെ AC ഉണ്ട്, അതുപോലെ ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി തന്നെയാണ്. ബി പറഞ്ഞവരൊക്കെ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. DCEN ആണ് വരുന്നത്. അതായത് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് ആണ് വരുന്നത്. അതായത് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇലക്ട്രോഡിന് ആ ഒരു നെഗറ്റീവ് പൊളാരിറ്റിയുമായി കണക്ഷൻ കൊടുത്തിരിക്കും, വർക്ക് പീസിന് പോസിറ്റീവ് പൊളാരിറ്റിയുമായി കണക്ഷൻ കൊടുത്തിരിക്കും. അപ്പൊ ഈ ഒരു കോൺഫിഗറേഷനെയാണ് ട്രാൻസ്ഫേർഡ് ആർക്ക് മോഡെന്ന് പറയുകയും കൂടെ ചെയ്യും. ഓക്കെ, അപ്പൊ അത് കാരണം നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെജോറിറ്റി ഓഫ് ആർക്കിന്റെ എനർജിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ടിങ്ങിന് വേണ്ടി കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവേഴ്സ് പൊളാരിറ്റി, അതായത് പോസിറ്റീവ് പൊളാരിറ്റിയും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കട്ടിങ്ങിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളതും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കട്ടിങ് എക്യുപ്മെന്റുകളും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. നെഗറ്റീവ് പൊളാരിറ്റിയാണ് കൂടുതൽ ബെറ്റർ ആയിട്ട്, വളരെ സഫീഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു ആർക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. റിവേഴ്സ് പൊളാരിറ്റിയിൽ അഥവാ പോസിറ്റീവിൽ നമുക്ക് കട്ട് ക്വാളിറ്റി ഒക്കെ കൂടും, അതുപോലെ തന്നെ ലൈഫ് ഓഫ് പ്ലാസ്മ ടോർച്ചിൻ ലൈഫും കൂടും. പക്ഷെ ആ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ടോർച്ചിൽ വരുമ്പോഴത്തേക്ക് കുറെ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആയിട്ട് മാറും ടോർച്ചിൻ്റെത്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് നെഗറ്റീവ് പൊളാരിറ്റി തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഓപ്ഷൻ ബി ആണ് DCEN, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പിന്നെ പ്ലാസ്മ വെൽഡിംഗ് ടോർച്ച്, അതായത് പ്ലാസ്മ വെൽഡിംഗ് ടോർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പ്ലാസ്മ കട്ടിങ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോമൺ ആയിട്ട് പറയാം. ഓക്കെ, രണ്ടിലും ഏകദേശം ടോർച്ചും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സിമിലർ ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് പ്ലാസ്മ കട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരാം. അപ്പോൾ പ്ലാസ്മ വെൽഡിംഗ് ടോർച്ച്, എ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ നോസിൽ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. അതായത് പ്ലാസ്മ വെൽഡിംഗ് ടോർച്ചിൽ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് നിൽക്കുന്ന ആ ഒരു നോസിലുണ്ട്. ആ നോസിലിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്ത് ലോഹം കൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബ്രാസ്, ഓപ്ഷൻ ബി സ്റ്റീല്, ഓപ്ഷൻ സി അയണ്, ഓപ്ഷൻ ഡി കോപ്പർ. അപ്പൊ പ്ലാസ്മ വെൽഡിംഗ് ടോർച്ച്, ഓക്കെ, അല്ലെ പ്ലാസ്മ കട്ടിംഗ് ടോർച്ചിൽ ആ ഒരു നോസിലുണ്ട്. നോസിൽ നിർമ്മിച്ചിരിക്കുന്ന ലോഹമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ബ്രാസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീല് ബി ഓപ്ഷൻ ഉണ്ട്, അതുപോലെ സി അയൺ ഉണ്ട്, ഡി ആണ് നമ്മുടെ കോപ്പർ അഥവാ ചെമ്പ് എന്ന് പറയും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ആലോചിച്ചോളൂ. അറിയാമെങ്കിൽ പറഞ്ഞോ. കോപ്പർ പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി കോപ്പർ തന്നെയാണ് പറയുന്നത് എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പം കോപ്പർ ആണ് നമ്മുടെ പ്ലാസ്മ കട്ടിങ്ങിന് യൂഷ്വലി നോസിലായിട്ട് ഉപയോഗിക്കുന്നത്. ആ ഒരു നോസിലിന്റെ പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ. ഡയമീറ്റർ കുറഞ്ഞു വരുന്ന ഒരു നോസിലേക്കാണ് അത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് ഒന്ന് ഒതുക്കി ഒന്ന് അമക്കിയാണ് പുറത്തോട്ട് വിടുക. അപ്പൊ ആ ഒരു കൺസ്ട്രക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതിനുണ്ട്. അപ്പൊ കോപ്പർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. കോപ്പർ ആണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ആ ഒരു കുറെ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. ഓക്കെ, അപ്പം അത് മേഡപ്പ് ഓഫ് എന്താണ്, കോപ്പർ ആണ്. അതിനെ ഗാൽവനൈസ് ചെയ്തിരിക്കും കുറച്ച് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതിന് ലൈഫ് കൂടാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഹെൽപ്പ് കൂടെ അതിന് കിട്ടും. പിന്നെ മറ്റു തരത്തിലുള്ള ചില പ്രൊട്ടക്ഷൻ ഒക്കെ ആ ഒരു നോസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ എന്ത് ചെയ്യും, പ്ലാസ്മ കട്ടിങ് എന്ന് പറയുന്ന ഒരു ഹെവി ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ എന്താ പറയാ സൈഡായിട്ട് ഈ പറഞ്ഞ ഓവർ ഹീറ്റ് ഒക്കെ സംഭവിക്കാം. അപ്പൊ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു തെർമലി കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്മ ആർക്ക്, അതായത് പ്ലാസ്മ ആർക്കിന്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡാഷ് ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്ലാസ്മ ആർക്കിന്റെ ഫ്ലെയിം ഉണ്ട്. ആ ഒരു ഫ്ലെയിം എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫ്ലെയിമിന്
എത്രയാണ് അതിന്റെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ അത് എത്ര ചൂടുള്ള ഫ്ലെയിം ആണെന്നുള്ളതാണ്. ഓപ്ഷൻ എ 1000 കെൽവിൻ, ഓപ്ഷൻ ബി 20000 കെൽവിൻ, ഓപ്ഷൻ സി 10000 കെൽവിൻ, ഓപ്ഷൻ ഡി 2000 കെൽവിൻ. അപ്പം പ്ലാസ്മ ആർക്ക് ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ. ഓപ്ഷൻ ബി 20000 10,000. ഓപ്ഷൻ ബി 20000 കെൽവിൻ. ഓക്കെ, ഓപ്ഷൻ ബി 20000 കെൽവിൻ എന്ന് 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്ലാസ്മ ആർക്ക് ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നമുക്ക് 1000, 20000, 10000, 2000 കെൽവിനുകളാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വെരി ഗുഡ്, ആൻസർ പറഞ്ഞവരൊക്കെ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓപ്ഷൻ 20000 കെൽവിൻ ആണ് എന്റെ ശരി ഉത്തരം. ഓക്കെ, അപ്പം പ്ലാസ്മ കട്ടിങ്ങിന്റെ ഒരു ടെമ്പറേച്ചറിന്റെ റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് പ്ലാസ്മ കട്ടിങ് ഇത്രയും ഹോട്ട് ആവുന്നത്? പ്ലാസ്മ കട്ടിങ്ങിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇനിഷ്യലി അതിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിനെ അല്ലെങ്കിൽ ഗ്യാസിനെ ടോർസിൻ നോസിലിൽ കൂടെ കടത്തി വിടുന്നല്ലേ. ഈ ഒരു ഗ്യാസിനെ നമ്മളൊരു ഇലക്ട്രിക് ആർക്കിന്റെ പ്രസൻസിലൂടെയാണ് കടത്തി വിടുന്നത്. ഓക്കെ, അല്ല കംപ്രസ് ആയി പോകുന്ന സമയത്ത് ഇലക്ട്രിക് ആർക്ക് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജോ അവിടോട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പം ഈ ഒരു എനർജി ഇലക്ട്രിക് ആർക്കിൽ നിന്ന് കിട്ടി ഈ ഒരു ഗ്യാസിന്റെ ആ ഒരു സ്റ്റേറ്റ് മാറി അതിൽ നിന്ന് ഇലക്ട്രോൺസ് സ്ട്രിപ്പ് ചെയ്യുകയും ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് എത്തുകയും അതുവഴി നല്ലൊരു ചൂട് പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ആ ഒരു പ്ലാസ്മ സ്റ്റേറ്റിന്റെ ചൂട് വളരെ കൂടുതലായതുകൊണ്ട് ആ ഒരു എക്സ്ട്രീം ചൂടാണ് അവിടുന്ന് പ്ലാസ്മ കട്ടറിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ടെമ്പറേച്ചറാണ് ഈ പറയുന്ന 20000 കെൽവിൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലാസ്മ ആർക്ക് ഫ്ലെയിമിനെ പറ്റി പറയുമ്പോൾ അതിന്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു കാര്യം കൊണ്ട് മാത്രമല്ല, പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിന്റെ ഒരു ചൂടിനെ പറ്റി പറയാൻ പറ്റുന്നത്. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എല്ലാ പ്ലാസ്മ കട്ടിങ് സെറ്റപ്പിലും ഒരുപോലെ ആയിരിക്കണം എന്നില്ല അല്ലേ. ഓരോ കാര്യങ്ങളും മാറും. നമ്മൾ വെൽഡിംഗ് ഒക്കെ പഠിച്ച സമയത്ത് അല്ലെ വെൽഡിംഗ് വേരിയബിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെ വേരിയബിൾസിന്റെ ചേഞ്ച് വരുമ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആ ഒരു വെൽഡ് മാറുന്നുണ്ടെന്ന് അന്നേരം പഠിച്ചേക്കാം. അപ്പൊ അതുപോലെ തന്നെ പ്ലാസ്മ ആർക്കിന്റെ കേസിലും അവിടെ ഉപയോഗിക്കുന്ന കോമ്പോസിഷൻ, അവിടെ ഉപയോഗിക്കുന്ന മറ്റ് ഗ്യാസിന്റെ മിക്സുകൾ, അതുപോലെ തന്നെ ടോർച്ചിന്റെ സെറ്റപ്പുകൾ, ഇങ്ങനെ പല കാര്യങ്ങളുടെ വേരിയേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും. അതുപോലെ പ്ലാസ്മ കട്ടറിന്റെ ആ ഒരു ക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ തിക്നെസ്, എയറിന്റെ പ്രഷർ, ഗ്യാസിന്റെ സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മറ്റു ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതുപോലെ കറണ്ട് അഡ്ജസ്റ്റ്മെന്റ്, ഗ്യാസിന്റെ ഫ്ലോ റേറ്റ്, നോസിലിന്റെ സൈസും അതിന്റെ ഡിസൈനും, ടോർച്ചിന്റെ ആംഗിള്, അതുപോലെ തന്നെ സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ് എത്ര ദൂരെ പിടിക്കുന്നു എന്നുള്ള കാര്യം, പിന്നെ പവർ സോഴ്സിന്റെ സെറ്റിങ്, പിന്നെ ഓപ്പറേറ്ററിന്റെ ടെക്നിക്ക്, പിന്നെ കാലാവസ്ഥ അല്ലെ എൻവയോൺമെന്റൽ കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ പലയിടത്തും പല വാല്യൂസ് ആയിട്ട് വരുന്നത്. പക്ഷെ ജനറലി നമുക്ക് 20000 കെൽവിൻ ടെക്സ്റ്റിലുള്ളത് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. പലയിടത്തും നോക്കും പല ആൻസർ കാണും, നമുക്ക് ടെക്സ്റ്റിലുള്ളത് വെച്ചിട്ട് ഫോളോ ചെയ്ത് പോകാം. അപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 20000 കെൽവിൻ ആണ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഓൾ അതർ കട്ടിംഗ് ഗ്യാസസ്, ഓക്കെ, അതർ ദാൻ ഡാഷ് ദ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് മെറ്റീരിയൽ ഈസ് 2% thoriated tungsten. ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ആർഗൺ, ഓപ്ഷൻ ഡി കംപ്രസ്ഡ് എയർ. 7ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ആർഗൺ, ഓപ്ഷൻ ഡി കംപ്രസ്ഡ് എയർ. ആലോചിച്ച് നോക്കി. ഓപ്ഷൻ ഡി കംപ്രസ്ഡ് എയർ. ഓപ്ഷൻ കംപ്രസ്ഡ് എയർ ഒരാൾ പറഞ്ഞു, അത് തന്നെയാണ് മറ്റുള്ളവരുടെ ആൻസറൂടെ. ഓപ്ഷൻ ഡി കംപ്രസ്ഡ് എയർ ആണ്. ഓപ്ഷൻ കംപ്രസ്ഡ് എയർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ നൈട്രജൻ, ഹൈഡ്രജൻ, ആർഗൺ തുടങ്ങിയ ഗ്യാസുകളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്ലാസ്മ കട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട ഗ്യാസുകളാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതൊക്കെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്യാസുകളാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന കംപ്രസ്ഡ് എയറും അതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്യാസിൽ പെടുന്നതാണ്. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ഓൾ അതർ കട്ടിംഗ് ഗ്യാസസ്, ഓക്കെ, അതായത് അതർ ദാൻ ഡാഷ് ദ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് മെറ്റീരിയൽ 2% തോറിയയുടെ ടങ്സ്റ്റൻ. ഓക്കെ, അപ്പൊ ടങ്സ്റ്റന്റെ കൂടെ തോറിയം അലോയ് ചെയ്തിരിക്കുന്ന 2% തോറിയേറ്റഡ് ആയിട്ടുള്ള ടങ്സ്റ്റൻ ആണ് ഈ പറയുന്ന ഒരു ഗ്യാസിനൊഴിച്ച് ബാക്കി എല്ലാ ഗ്യാസിനും നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ആ ഒരു ഗ്യാസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പറഞ്ഞ കറക്റ്റ് ആണ്, കംപ്രസ്ഡ് എയർ തന്നെയാണ്. അപ്പം കംപ്രസ്ഡ് എയർ
ഒഴിച്ചുള്ള മറ്റ് ഗ്യാസുകൾ, അതായത് ഹൈഡ്രജൻ ആയിക്കോട്ടെ, ആർഗൺ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ആ പല സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് മെറ്റീരിയൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിക്കേണ്ടത്. അതായത് ഓർ അതർ കട്ടിംഗ് ഗ്യാസസ് അതർ ദാൻ കംപ്രസ്ഡ് എയർ നോൺ കൺസ്യൂമർ ഇലക്ട്രോഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 2% തോറിയേറ്റഡ് ആയിട്ടുള്ള ടങ്സ്റ്റൺ ആയിരിക്കും. ഓക്കെ, അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എയർ പ്ലാസ്മ കട്ടിംഗ് വേർ ഡ്രൈ ക്ലീൻ കംപ്രസ്ഡ് എയർ ഈസ് യൂസ്ഡ് ആസ് ദ കട്ടിംഗ് ഗ്യാസ്, ദ ഇലക്ട്രോഡ് ഓഫ്. ഇപ്പം എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എയർ പ്ലാസ്മ കട്ടിങ്ങിൽ ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്ന സമയത്ത്, കട്ടിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡ് ഉപയോഗിക്കേണ്ടത് ഏതാണെന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ തോറിയം, ഓപ്ഷൻ ബി ലെന്താനം, ഓപ്ഷൻ സി സിറിയം, ഓപ്ഷൻ ഡി ഹാഫ്നിയം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എയർ പ്ലാസ്മ കട്ടിങ്ങിൽ ഡ്രൈ എയർ അഥവാ ക്ലീൻ കംപ്രസ്ഡ് എയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ഹാഫ്നിയം. ഓപ്ഷൻ ഡി ഒരാൾ ഹാഫ്നിയം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ തോറിയം. ഹാഫ്നിയം വരുമോ? ഓപ്ഷൻ എ തോറിയം വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഹാഫ്നിയം വീണ്ടും ഒരാൾ പറയുന്നു. അപ്പം ചോദ്യം ഇതാണ്, എയർ പ്ലാസ്മ കട്ടിങ്ങിൽ ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് കട്ടിംഗ് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നു, ആ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്? തോറിയം, ലെന്താനം, സിറിയം, ഹാഫ്നിയം. അപ്പം ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഹാഫ്നിയം ആണ് പറഞ്ഞത്. ഓക്കെ, ഓപ്ഷൻ ഡി ഹാഫ്നിയം തന്നെയാണ് ആൻസർ. അപ്പൊ ചോദ്യം ഇങ്ങനെ മനസ്സിലാക്കുക, അതായത് നമ്മൾ മുന്നേ പറഞ്ഞത് കംപ്രസ്ഡ് എയർ അല്ലാത്ത ഏത് ഗ്യാസ് വന്നാലും അവിടെ ഉപയോഗിക്കുന്ന ഏതാണ്? തോറിയേറ്റഡ് ആയിട്ടുള്ള ടങ്സ്റ്റൺ ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? കംപ്രസ്ഡ് എയർ വരുമ്പോൾ അഥവാ കംപ്രസ്ഡ് എയർ ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയിൽ, നല്ല ഉണങ്ങിയ ഡ്രൈ കംപ്രസ്ഡ് എയർ, മോയ്സ്ചർ ഒന്നും ഇല്ലാത്ത കംപ്രസ്ഡ് എയർ ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഏതാ? ഹാഫ്നിയം ആണ് ആൻസർ. അപ്പൊ ഈ ബാക്കി കാണുന്നതൊക്കെ നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അതിന്റെ ഈ പറഞ്ഞ ലൈഫിനെ എഫക്ട് ചെയ്യുന്നത് മറ്റ് കേസുകളിലൊക്കെ. നമ്മൾ ഡ്രൈ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ഹാഫ്നിയം ഉപയോഗിക്കാം. ഹാഫ്നിയം മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം, സിർക്കോണിയവും എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. ഹാഫ്നിയം ആൻഡ് സിർക്കോണിയമാണ് ക്ലീൻ കംപ്രസ്ഡ് ഡ്രൈ എയറിന്റെ കൂടെ നമ്മൾ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. തെറ്റിപ്പോയവരുണ്ടെങ്കിൽ, എ പറഞ്ഞ ആളുകളുണ്ട്, അവരൊന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ ഡി ആണ്. ക്ലീൻ കംപ്രസ്ഡ് എയർ വരുമ്പോൾ ഏത് ഇലക്ട്രോഡ് ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ഹാഫ്നിയം തന്നെയാണ്. ഹാഫ്നിയം ഉള്ള പോലെ സിർക്കോണിയം വരാം കേട്ടോ. ഹാഫ്നിയം അല്ലെങ്കിൽ സിർക്കോണിയം, ഇത് രണ്ട് വന്നാൽ നിങ്ങൾക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഓക്സിലറി ഷീൽഡിംഗ് വിത്ത് ഗ്യാസ് ആൻഡ് വാട്ടർ ഇൻ പാക്ക് ഹെൽപ്സ് ഫോർ. അതായത് പ്ലാസ്മ ആർ കട്ടിങ്ങിനാണ് PAC എന്ന് ഷോർട്ട് ഫോമിൽ കാണിച്ചിരിക്കുന്നത്. പ്ലാസ്മ ആർ കട്ടിങ്ങിനെയാണ് PAC എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ല വേറെ പുതിയ പേരോ പുതിയ കാര്യങ്ങളൊന്നും അല്ല. ഇതിനെ വലുതായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചെറുതായിട്ട് ഷോർട്ട് ഫോം വെച്ചേക്കുന്നുണ്ട്. ആർക്കെങ്കിലും അത് കൺഫ്യൂഷൻ വരുന്നെങ്കിൽ ഇത് ഓർത്തോണം. PAC ഫോർ പ്ലാസ്മ ആർക്ക് കട്ടിങ് എന്നാണ്. അപ്പം ഓക്സിലറി ഷീൽഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസിനും അതുപോലെ തന്നെ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിന്റെ കൂടെ ഉപയോഗിക്കും. ഓക്കെ, അതായത് ഈ ഒരു ടോർച്ചിനെ നമ്മൾ ഒന്നുകിൽ ഗ്യാസ് ഷീൽഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വാട്ടർ കൂൾഡ് അവസ്ഥയിൽ ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ improve nozzle life, option B decrease time, option C reduce gas consumption, option D decrease cost. ഓപ്ഷൻ എ ഇംപ്രൂവ് നോസൽ ലൈഫ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഇംപ്രൂവ് നോസൽ ലൈഫ് പറഞ്ഞ ആളുകളുണ്ട്. ഓപ്ഷൻ എ തന്നെ വീണ്ടും പറഞ്ഞ ആളുകളുണ്ട്. മറ്റു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഒരേ ആൻസർ തന്നെ പറയണമെന്നില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം. നിങ്ങൾക്ക് ഇവിടെ തെറ്റിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എക്സാമിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം തെറ്റാതിരിക്കാൻ നോക്കണം. എക്സാം ഫെബ്രുവരി 17 തീയതി അല്ലേ? അതെ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട്? ഒരു ഡിസംബർ ഇപ്പം 4 തീയതിയായി. ഈ മാസം ഒരു 27 ദിവസമുണ്ട്. പിന്നെ അടുത്ത മാസം ജനുവരി ഒരു 30 ദിവസം.
ഫെബ്രുവരി 17. 57 10 67 7 74 70 ദിവസം കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പം ഓക്സിലറി ഷീൽഡിങ് വിത്ത് ഗ്യാസ് ആൻഡ് വാട്ടറിന് PAC ഹെൽപ്സ് ഫോർ. അപ്പം എന്താണ് ആൻസർ? ഓപ്ഷൻ എ പറഞ്ഞവരുണ്ട്, വേറെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഗ്യാസും വാട്ടറും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നോസിലിനെ ഷീൽഡ് ചെയ്യുന്നത് ഓക്സിലറി ഷീൽഡിംഗ് ആണ്, അല്ലെ? അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഷീൽഡിംഗ് മെത്തേഡുകളാണ്. അപ്പൊ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോസിലിന്റെ ലൈഫിനെ കൂട്ടല്ല. നോസിൽ കോപ്പർ കൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്, നമുക്കറിയാം. അവിടെ ചൂട് വരാനുള്ള ചാൻസുകളൊക്കെ പ്ലാസ്മ കട്ടിങ് ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഓവർ ഹീറ്റ് ആയിട്ട് ഇതിന് എന്ത് ചെയ്യാം, ലൈഫ് കുറയാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് വേറെ ടിയർ ഒക്കെ സംഭവിക്കും. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഇതിനെ സപ്പോർട്ടിങ് മെക്കാനിസങ്ങളെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഹൈ ടെമ്പറേച്ചറിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് വാട്ടർ അഥവാ ഗ്യാസ് കൂളിങ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഓക്സിലറി ഷീൽഡിങ് വിത്ത് എന്താണ് വാട്ടർ ആൻഡ് ഗ്യാസ് ഇൻ പ്ലാസ്മ ആർട്ട് കട്ടിങ് ഹെൽപ്സ് ഫോർ എന്താണ് ഇംപ്രൂവ്ഡ് നോസൽ ലൈഫ്. അപ്പം നോസൽ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ബാക്കി കാര്യങ്ങളൊന്നും അല്ല. മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്ക് ആ നോസലിന്റെ വേറെ ടിയറൊക്കെ കുറെ കൂടെ ലൈഫ് കൂട്ടുക, കുറെ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. അഡ്വാൻറ്റേജസ് ഓഫ് PAC പ്ലാസ്മ കട്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസിൽ നോട്ട് ഇൻക്ലൂഡ്സ്. ഓപ്ഷൻ എ ഹൈ സ്പീഡ് പിയേഴ്സിംഗ് ഈസ് അച്ചീവ്ഡ്. ഓപ്ഷൻ ബി കട്ടിംഗ് കോസ്റ്റ് ഈസ് ക്വൈറ്റ് ലോ. ഓപ്ഷൻ സി ഓൾ പൊസിഷൻ ആൻഡ് ലൊക്കേഷൻ പോസിബിൾ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് PAC പ്ലാസ്മ കട്ടിംഗ് നോട്ട് ഇൻക്ലൂഡ്സ്. ഓപ്ഷൻ എ ഹൈ സ്പീഡ് പിയേഴ്സിംഗ് ഈസ് അച്ചീവ്ഡ്. ഓപ്ഷൻ ബി cutting cost is quite low. Option C all positions and locations. Option D none of the above. ഇതിൽ ഏതാണ് ആൻസർ എന്ന് പറഞ്ഞേ? Cutting cost quite low. Cutting cost quite low. Option D ആണ് സർ. ഓപ്ഷൻ ഡി പറയുന്നു, none of the above പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി ഒരാൾ പറഞ്ഞു, ഓപ്ഷൻ ബി ഒരാൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്. വെരി ഗുഡ്. പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയോണ്ടാണ് അത് പറയാൻ പറ്റിയത്. കാര്യം അതായത് ചോദ്യം ഇതാണ്, അതായത് പ്ലാസ്മ കട്ടിങ്ങിന്റെ ഗുണങ്ങളിൽ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ഹൈ സ്പീഡ് പിയേഴ്സിംഗ് ഈസ് അച്ചീവ്ഡ് എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? അഡ്വാൻറ്റേജ്. കട്ടിംഗ് കോസ്റ്റ് കുറവെന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് അല്ലേ? അഡ്വാൻറ്റേജ് ആണ് സർ. അതുപോലെ ഓൾ പൊസിഷൻ ആൻഡ് ലൊക്കേഷൻസ് പോസിബിൾ എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് അല്ലേ? അതെ. അപ്പം ഈ പറയുന്നത് ഒന്നും അതിൽ ഉൾപ്പെടാതിരിക്കുന്നില്ലല്ലോ. അപ്പം നൺ ഓഫ് ദ അബോവ് അല്ലേ ആൻസർ? അപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ പോലെ ഇൻക്ലൂഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ട്രേഡ്സ്മാൻ ആയതുകൊണ്ട് ഒരു സ്മൂത്ത് ആയിരിക്കുന്നത് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഞാൻ പറഞ്ഞത് സ്മൂത്ത് ആകുമ്പോഴാണ് റിസ്ക്. തെറ്റാനുള്ള ചാൻസ് കൂടുന്നു, സ്മൂത്ത് ആകുമ്പോൾ കൂടുതൽ തെറ്റാനുള്ള ചാൻസ് കൂടും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അഥവാ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നന്നായിരിക്കും തോന്നിയുകൊണ്ട് ആഡ് ചെയ്തതാണ്. അപ്പം ഇങ്ങനെ വേണേൽ ടെസ്റ്റ് ചെയ്ത് ചോദിക്കാം. നോട്ട് ഇൻക്ലൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ പേര് അതിൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാം അഡ്വാൻറ്റേജ് തന്നിട്ട് ഇതിൽ അഡ്വാൻറ്റേജ് പെടാതെ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ അഡ്വാൻറ്റേജ് ആണെന്നുള്ള പോയിന്റുകൾ നമുക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളുള്ള പോയിന്റുകളെല്ലാം ഒന്ന് പഠിക്കുന്ന സമയത്ത് ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ട് ശരി ഉത്തരങ്ങൾ വന്നിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള ഓപ്ഷൻ ഡി ആണ് ആൻസർ. പറഞ്ഞവരൊക്കെ ആ രീതി മനസ്സിലാക്കിയാണ് പറയാൻ പറ്റിയത്. അപ്പം പറയാൻ പറ്റാതെ തെറ്റിപ്പോയ ആളുകൾ അഡ്വാൻറ്റേജസിന്റെ പോയിന്റ് ഒന്നുകൂടെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇജി റോബോ PAC is limited to. EGY റോബോട്ടിക് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അത് എത്ര തിക്നെസ് വരെ ലിമിറ്റഡ് ആണെന്നുള്ളതാണ്. 1 inch തിക്നെസ്. ഓപ്ഷൻ ബി 10 inch. ഓപ്ഷൻ സി 3 inch. ഓപ്ഷൻ ഡി 1/2 inch തിക്നെസ്. ഓക്കെ, അപ്പം EG റോബോ പ്ലാസ്മ കട്ടിംഗ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാസ്മ കട്ടിംഗ് ടെക്നീക്കാണ്. വളരെ കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആയിട്ട് സ്മൂത്ത് സർഫസ് ഫിനിഷിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്മ കട്ടിംഗ് റോബോട്ടിക് മെത്തേഡാണ്.
ഓക്കെ, അപ്പൊ എല്ലാ സ്ഥലത്തും ഇല്ലത് വളരെ എന്താ പറയാ ഹൈ ക്വാളിറ്റി വർക്ക് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിൽ ഈ പറയുന്ന പോലെ എത്ര തിക്നെസ് ലിമിറ്റേഷൻ വരെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്? 1 ഇഞ്ച്, 10 ഇഞ്ച്, 3, ½ ഇഞ്ച്. ഓപ്ഷൻ 1 ഇഞ്ച്. അപ്പൊ ഓപ്ഷൻ എ 1, ഓപ്ഷൻ എ തന്നെ 1, 2, 3 പേര് പറയുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്കൊക്കെ ആൻസർ അറിയാം, അവർക്ക് ആൻസർ ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ പറഞ്ഞവരും പറയാത്തവരും അതിനകത്തുള്ള ആൻസറുകൾ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും പറഞ്ഞത്. പറഞ്ഞ 2-3 പേരുടെ പേരെ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ മനസ്സിലും 1 ഇഞ്ച് ആണെന്ന് കരുതുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെക്ക് ചെയ്തിട്ട് മാറ്റി പഠിച്ചോണേ. അപ്പം 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 1 ഇഞ്ച് തിക്നെസ് ആണ്. അപ്പൊ ആ ആൻസർ 1 ഇഞ്ച് എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആണ്. അതായത് 1 ഇഞ്ച് തിക്നെസ് വരെയാണ് PG രോഗം പ്ലാസ്മ മാർക്കറ്റിംഗ് വളരെ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്ലേറ്റുകളെ കാര്യങ്ങളെ കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ആയിരിക്കും. അതിന്റെ കുറച്ചുകൂടെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. അപ്പം എന്റെ തിക്നെസ് ലിമിറ്റേഷൻ ആവുമ്പോൾ തന്നെ എന്തെങ്കിലും പറയും, കാരണം മാനുവലി ചെയ്യാത്ത വർക്കായിട്ട് നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ മെഷീനൈസ്ഡ് ആയിട്ട് വരുന്ന ചില ലിമിറ്റേഷൻ ഒക്കെ എന്റെ കൂടെ വരും. ഫിനിഷ് കൂടുമ്പോൾ ലിമിറ്റേഷൻ വരുന്നത് തിക്നെസ് ആണ്. സോ 1 ഇഞ്ച് തിക്കാണ് വരുന്നത്. ഓക്കെ, അപ്പം 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് തിക്നെസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്ലാസ്മ എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് എന്താണ്? പ്ലാസ്മ റെഫേഴ്സ് ടു ഓപ്ഷൻ എ ഇലക്ട്രോഡ് ഹോൾഡർ, ഓപ്ഷൻ ബി ഹോട്ട് അയണൈസ്ഡ് ഗ്യാസ്, ഓപ്ഷൻ സി റെക്ടിഫയർ, ഓപ്ഷൻ ഡി ഇൻവേർട്ടർ. പ്ലാസ്മയെ റെഫർ ചെയ്യുന്നത് എന്തിനോടാണ്? അല്ലെ പ്ലാസ്മ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോഡ് ഹോൾഡറിനെയാണോ, ഹോട്ട് അയണൈസ്ഡ് ഗ്യാസിനെയാണോ, റെക്ടിഫയറിനെയാണോ, ഇൻവേർട്ടറിനെയാണോ? ഓപ്ഷൻ ബി ഹോട്ട് അയണൈസ്ഡ് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി വീണ്ടും ഹോട്ട് അയണൈസ്ഡ് ഗ്യാസ് എന്ന് പറയുന്നു. അപ്പം ആൻസറുകളിലേക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ പറയുക. മറ്റെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്ത ശേഷം മാത്രം ആൻസർ പറഞ്ഞാൽ മതി. സമയം തരാം, ധൃതിയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കിട്ടും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഓക്കെ, അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പറഞ്ഞവരുണ്ട്. വേറെ ആൻസർ ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് ആണല്ലേ. ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഹൈ എനർജി ആർക്കിന്റെ പ്രസൻസിൽ നമ്മൾ വളരെയധികം നല്ലൊരു എനർജി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് നമ്മുടെ ഈ ഒരു ഗ്യാസ് എത്തുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റിലെത്തി. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ നല്ലൊരു ഹീറ്റ് അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. ആ സ്റ്റേറ്റ് ചേഞ്ച് കൊണ്ട് ഒരു ലേറ്റന്റ് ഹീറ്റ് അവിടെ പുറത്തോട്ട് വരുന്നുണ്ട്. ആ ഒരു ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നമ്മുടെ എന്ത് ചെയ്യുന്നു കട്ടിങ് ആവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പം അതാണ് പ്ലാസ്മ എന്ന് പറയുന്ന റെഫർ ചെയ്യുന്നത് ഹോട്ട് ആയിട്ടുള്ള അയണൈസ്ഡ് ഗ്യാസ്. ഓക്കെ, അപ്പൊ ഹോട്ട് അയണൈസ്ഡ് ഗ്യാസിനെയാണ് നമ്മൾ പ്ലാസ്മ കൊണ്ട് റെഫർ ചെയ്യുന്നത്. അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് എന്റെ ശരി ഉത്തരം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹൈ ടെമ്പറേച്ചർ പ്ലാസ്മ ജെറ്റ് ഈസ് യൂസ്ഡ് ഫോർ. ഹൈ ടെമ്പറേച്ചറിലുള്ള പ്ലാസ്മ ജെറ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ്? ഓപ്ഷൻ എ കട്ടിംഗ്. ഹൈ ടെമ്പറേച്ചർ പ്ലാസ്മ ജെറ്റ് ഈസ് യൂസ്ഡ് ഫോർ. ഓപ്ഷൻ എ പറയുന്നുണ്ട് ഓപ്ഷൻ എ കട്ടിങ്, ഓപ്ഷൻ ബി വെൽഡിങ്, ഓപ്ഷൻ സി ഗോജിങ്, ഓപ്ഷൻ ഡി എന്നാണ് ഓൾ ഓഫ് ദ എബോവ്. 13ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ശ്രദ്ധിക്കുക. കട്ടിങ് തന്നെയാണ് വീണ്ടും പറയുന്നത്. നമുക്ക് നോക്കാം കട്ടിങ് ആണോ എന്നതോ എന്താണെന്ന് നോക്കാം. അപ്പം ഓപ്ഷൻ ഡി ആണ് കട്ടിങ് പറഞ്ഞത് തെറ്റാണ്. കാരണം എന്താണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ പ്ലാസ്മ ജെറ്റ് എന്തിനു ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കട്ടിങ്ങിന് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഈ പറഞ്ഞ പ്ലാസ്മ പ്രസൻസിൽ നമുക്ക് വെൽഡിങ് ചെയ്യാൻ പറ്റും. ഫില്ലറൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ വെൽഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം ആ ഒരു ജെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പർപ്പസ് മാത്രമല്ല, മെറ്റൽ ഗോജ് ചെയ്യാം അല്ലെ, മെറ്റലിനെ ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, ഓക്കെ, വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഈ പറഞ്ഞ എല്ലാ പർപ്പസിനും ഈ പ്ലാസ്മ ജെറ്റ് ആണ്. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ടോർച്ചും അതിന്റെ എക്യുപ്മെന്റും അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഫില്ലർ, കൺസ്യൂമബിൾസ് ഒക്കെ മാറി മാറി വരുമ്പോൾ കട്ടിങ്ങും വെൽഡിങ്ങും ഗോജിങ്ങും പല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ പ്ലാസ്മ ജെറ്റ് എന്ന് പറയുന്ന എല്ലായിടത്തും നമുക്ക് എന്താണ് ഒരേ സാധനം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് എല്ലാ പർപ്പസുകളും നമുക്ക് എന്ത് ചെയ്യാം, പ്ലാസ്മ ഹൈ ടെമ്പറേച്ചർ പ്ലാസ്മ ജെറ്റ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ,
മനസ്സിലായോ? ഓക്കെ സാർ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പഠിച്ച രീതി എല്ലാം ശരിയാണ്. ജസ്റ്റ് അഡീഷണലി 2 പോയിന്റ് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ അതുകൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വെൽഡിങ്ങും കോച്ചിങ്ങും ഒക്കെ നമുക്ക് പറ്റുന്നതുകൊണ്ട് ഓൾ ഓഫ് ദ എബോവ് കൊടുക്കണം. നിങ്ങൾ പറഞ്ഞ സംഭവം ശരിയാണ്. ഈ 2 പോയിന്റ് കൂടെ വന്നാലും അതും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആയിട്ട് മാറും. അത്രേ ഉള്ളൂ. തെറ്റിയാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആവശ്യം. അതെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആണ്. ചില സമയത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കട്ടിങ് മാത്രം എഴുതി വെച്ചിട്ട് തെറ്റിക്കും. ഞാൻ അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്ന് ക്ലിയർ ആവണം വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്തോ പറഞ്ഞോളൂ. ഇനി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റൂല. നമ്മൾ മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ളതും ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. പിന്നെ അതുപോലെ വേറെ എവിടെ നിന്ന് കിട്ടിയാലും അതെല്ലാം ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, പല ടോപ്പിക്ക് പഠിക്കുമ്പോഴും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കാം. ഇതിങ്ങനെ വന്നാൽ എങ്ങനെയാണ്, അല്ലെ ഇങ്ങനെ ഓപ്ഷൻ വന്നാലോ, അങ്ങനെ കുറച്ചൊക്കെ ആലോചിച്ചു. ഒരുപാട് കോംപ്ലിക്കേഷൻ വരില്ല, എന്നാലും ബേസിക് ആയിട്ട് നമുക്ക് ഒരു ചെറിയ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ പോലും മനസ്സിലാക്കാൻ പറ്റണം. അല്ലെ, ഈ ഒരു ITL ലെവൽ എക്സാം ആയിട്ട് ഒരു സിമ്പിൾ ലെവൽ ആയിരിക്കും വരുന്നത്. പൊതുവെ കണ്ടുവരുന്ന പാറ്റേൺ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതിൽ തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ITL ലെവൽ എക്സാമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് അവിടെ കിട്ടുന്ന മാർക്കുകൾ വളരെ ഹൈ മാർക്കിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര മാർക്കായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ചെറിയ വേരിയേഷൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഷാർപ്പായിട്ട് സേഫ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പല രീതിയിൽ ചിന്തിച്ച് എങ്ങനെയൊക്കെ ചോദിച്ചാലും തെറ്റിക്കത്തില്ല. ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് സേഫ് ആകാൻ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആവേശത്തിൽ പോയിട്ട് എന്ത് ചെയ്യും, ആൻസർ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ എന്തെങ്കിലും ഒരു ട്രാപ്പ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണെന്നുള്ളത്, നിങ്ങൾ ആ ഒരു ഹാപ്പിനെസ്സിലാണ് എഴുതുന്നുള്ളത് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് അറിയാം. അപ്പൊ അവരെന്ത് ചെയ്യും, ഒരേപോലത്തെ ഓപ്ഷൻ കൊണ്ട് അടുപ്പിച്ച് കൊണ്ടുപോകും. അപ്പം അത് മതി, നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ നമ്മൾ സിമ്പിൾ ആയിട്ട് തെറ്റിച്ച് കളയും. അത് ആ ചെറിയ വേരിയേഷൻ കാരണം എന്ത് ചെയ്യാം, ചിലപ്പം നമുക്ക് ആ ഒരു റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അപ്പം ഇപ്പം ട്രേഡ്സ്മാന് എത്ര വേക്കൻസി ഉണ്ട്? ട്രേഡ്സ്മാൻ വെൽഡർക്ക് 16. നിലവിൽ 16 ആണല്ലേ, 16 വേക്കൻസി ഉണ്ട്. ഇത് എവിടെയൊക്കെയാണ് ജോലി വരുന്നത് ഇതിന്റെ? ഞാൻ കേട്ടത് ഇത് പോളിടെക്നിക്കിലും VHSCയിലും ടെക്നിക്കൽ ഹൈസ്കൂളിലും ഉണ്ടെന്നാണ് കേട്ടത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇനി ചിലപ്പം കുറച്ചുകൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അറിഞ്ഞത്. അതെ, കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ ഒരു ഫ്രണ്ട് ഓൾറെഡി ഇപ്പോ ടെക്നിക്കൽ സ്കൂളിൽ മാഷ ആളാ പറഞ്ഞത്, നമുക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരികയാണ്, എന്തായാലും ആ ഒരു വേക്കൻസി എന്തായാലും ഉണ്ടാവും എന്ന് പറയണ്ടേ. ഉണ്ടാവും. ആളെവിടെ വർക്ക് ചെയ്യുന്നത്? ഏത് സ്ഥലത്താണ്? ആള് കഞ്ചിക്കോട് ടെക്നിക്കൽ സ്കൂൾ, പാലക്കാട്. അതെ, പാലക്കാട്. വർക്കൊക്കെ എങ്ങനെയുണ്ട് അവർക്ക്? ജോലിയൊക്കെ? ജോലി ഭയങ്കര സ്മൂത്ത്. ആള് തന്നെയാണ് നമുക്ക് റെഫർ ചെയ്തത് ഇതുപോലെ പഠിക്കുന്ന. നിങ്ങൾക്ക് ഒരു എൻട്രി ലെവലിൽ നല്ലൊരു ജോബാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു PSC ഒന്ന് ഒരു ഫസ്റ്റ് ജോബ് കിട്ടണം, അല്ലെങ്കിൽ ഒന്ന് എൻട്രി ചെയ്യണം എന്ന് വെക്കുന്നവർക്കൊക്കെ നല്ലതാണിത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വേറെ എക്സാം തന്നെ പഠിച്ചെഴുതുക, മുമ്പോട്ട് പഠിച്ച് പോകാൻ പറ്റുന്ന അത്രയും പഠിക്കുക. വേറെ നല്ല വലിയ എക്സാംസ് വേറെ ഫോളോ അപ്പ് ചെയ്ത് പോകണം. പക്ഷെ എൻട്രി ലെവലിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാം ഒന്ന് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം, അങ്ങനെയൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നല്ല എക്സാമുകളാണ് ട്രേഡ്സ്മാൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ. നിങ്ങൾക്കൊരു പെട്ടെന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ കുറച്ചും കൂടെ വരുമ്പോൾ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കൂടും, കുറച്ചുകൂടെ വേക്കൻസീസ് കുറയും. കാരണം ITIകൾ കുറവാണല്ലോ, ടെക്നിക്കൽ സ്കൂളുകളിലുള്ള പോസ്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഉണ്ട്, 2-3 സ്ഥലത്ത് നമുക്ക് ഇത് കിട്ടും. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ വേക്കൻസീസ് വരുന്നതുകൊണ്ടാണ്. അപ്പൊ മാക്സിമം ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഫോളോ അപ്പിൽ തന്നെ പിടിക്കുകയാണെങ്കിൽ മറ്റേ എക്സാംസ് കൂടെ നമുക്ക് കിട്ടും. ഇനി ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ഒക്കെ വരാനുണ്ടെന്ന് തോന്നുന്നല്ലേ? ഏതൊക്കെ എക്സാംസ് കൺഫർമേഷൻ? ഫിറ്റർ ഒക്കെ എഴുതിയിരുന്നോ? ഇല്ല സാർ, ഞാൻ ഒന്നും എഴുതിയില്ല. ഞാൻ ആകെ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പോലുള്ള ഒരു കമ്പനിയാണ്, ഗവൺമെന്റ് കമ്പനി, ഇവിടെ നമ്മുടെ ചേർത്തലയിലാണ്. ആ ഒരു എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് 2020 എഴുതിയ എക്സാം ആയിരുന്നു. അതിനിപ്പോ കോളപ്പുറമായിപ്പോ ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ട് ഒരു 4 മാസമായി. ഇതിപ്പോ ഞാൻ അപ്ലൈ ചെയ്തത് ഒരു 4-5 മാസം മുമ്പാണ് ഇപ്പൊ അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്ത ടൈമിൽ എനിക്കപ്പോൾ ജോബ് ഉണ്ടായിരുന്നില്ല. ഞാനപ്പോ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഇവിടെ വിളിച്ചത്.
ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പൊ എന്തായാലും വർക്ക് ചെയ്യാൻ നല്ല തുടങ്ങിയിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞു. ആ ആ ആ ആ. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് പക്ഷെ ആള് നല്ല പഠിക്കുന്ന കൂട്ടത്തിലാണ്. ആൾക്ക് 97 94 മാർക്ക് ഉണ്ടായിരുന്നു. ആ ആളാണ് പിന്നെ കുറച്ച് ബുക്കുകളൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് കുറച്ച് ബുക്കുകളൊക്കെ തന്നായിരുന്നു. ആ ബുക്ക് അങ്ങനെ വലിയ റെഫറൻസ് എന്തെങ്കിലുമൊക്കെ നോക്കാം, പക്ഷെ മാക്സിമം ടെക്സ്റ്റ് നോക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ടെക്സ്റ്റ് എന്നുള്ളതൊക്കെ ചോദിക്കുള്ളൂ. ടെക്സ്റ്റ് ടെക്സ്റ്റ് വിട്ടിട്ടൊന്നും എന്ന് പറയുന്നത് ഞാന് ITI 2008 കഴിഞ്ഞതാണ്. 2-3 ടെക്സ്റ്റ് ഉണ്ട്. ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് മാനുഫാക്ചറിങ്, പൈപ്പ് ഫാബ്രിക്കേഷൻ ഉണ്ട്, ഇൻസ്പെക്ഷൻ ഉണ്ട്. എല്ലാ ടെക്സ്റ്റും റെഫർ ചെയ്യാം. പിന്നെ പറഞ്ഞ പോലെ എല്ലാ ടെക്സ്റ്റും നോക്കാം. എല്ലാം കൂടെ നമുക്ക് പഠിപ്പിക്കാനൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് പാടാം. മാക്സിമം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മറ്റ് ടെക്സ്റ്റിലുള്ള അഡീഷണൽ പോയിന്റുകൾ മാത്രം നോക്കിയാൽ മതി. കുറെ കാര്യങ്ങൾ എല്ലാ ട്രേഡ് പല ഇപ്പോൾ വെൽഡർ തന്നെ പല യൂണിറ്റ് ഉണ്ടെങ്കിൽ പല യൂണിറ്റിലും എന്ത് ചെയ്യും, ടെക്സ്റ്റുകൾ മാറും. പക്ഷെ ബേസിക് സാധനങ്ങൾ സെയിം ആയിരിക്കും. ചെറിയ വേരിയേഷൻ അവിടെ എവിടെയും വരും. ആ വേരിയേഷൻ ഉള്ളത് മാത്രം ഒന്ന് മാർക്ക് ചെയ്താൽ അതുകൂടെ കിട്ടും. പിന്നെ മാക്സിമം ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തന്നെ പഠിക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നല്ലത്. പിന്നെ എക്സ്ട്രാ ബുക്കുകൾ വാങ്ങി പഠിക്കാം. പിന്നെ അതിലെ വാല്യൂസ് ഒക്കെ എഴുതുന്നത് ഈ പറഞ്ഞ പോലെ സ്വന്തം റിസ്കിൽ എഴുതാൻ പറ്റുള്ളൂ. അതിൽ പറഞ്ഞ പോലെ ക്ലെയിമും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം എല്ലാവരും കൊടുക്കുന്ന ഓപ്ഷൻ തന്നെ നമ്മൾ കൊടുക്കാൻ പറ്റണം. അത് ഒഴിവാക്കിയാൽ ബാക്കി പഠിക്കുന്നതിനുള്ള കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ഓക്കെയാണ്. ഇനി 14ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് കോമൺ വൺ കമ്പയർഡ് ടു GTAW ആൻഡ് PAW? ഓക്കെ, അപ്പൊ പ്ലാസ്മ ആർക്ക് വെൽഡിങ്, ഓക്കെ, അഥവാ ആ ഒരു പ്ലാസ്മ ആർക്ക് കട്ടിങ്, രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേപോലെ തന്നെയാണ് സംഭവം. അപ്പം ഇതിൽ GTAW ഗ്യാസ് ടങ്ഷൻ ആർക്ക് വെൽഡിങ്ങുമായിട്ട് കോമൺ അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി കൺസ്ട്രക്റ്റിംഗ് നോസിൽ, ഓപ്ഷൻ സി ഗ്യാസ് സിലിണ്ടർ, ഓപ്ഷൻ ഡി ഷീൽഡിംഗ് ഗ്യാസ്. അപ്പം GTAW PAW തമ്മിൽ കോമൺ അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി കൺസ്ട്രക്ടിംഗ് നോസിൽ. നോസിലാണോ? നോസിൽ പറയുന്നുണ്ട് കുറച്ച് പേര്, നോസിൽ പറഞ്ഞവരുണ്ട്. അപ്പം ഓപ്ഷൻ എ നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, ഓപ്ഷൻ ബി നോസിൽ, ഓപ്ഷൻ സി ഗ്യാസ് സിലിണ്ടർ, ഓപ്ഷൻ ഡി ഷീൽഡിംഗ് ഗ്യാസ്. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ വെറും നോസിലല്ല, കൺസ്ട്രക്റ്റിംഗ് നോസിലാണ്. അപ്പം പ്ലാസ്മ ആർക്ക് വെൽഡിങ്ങും അഥവാ പ്ലാസ്മ ആർക്ക് കട്ടിങ്ങും ഗ്യാസ് ടങ്ഷൻ ആർക്ക് വെൽഡിങ് തമ്മിലുള്ള ആ ഒരു പൊതുവായിട്ട് ഒരേപോലെ വരാത്തത് എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്റ്റിംഗ് നോസിലാണ്. കാരണം എന്താ, കൺസ്ട്രക്റ്റിംഗ് നോസിൽ പ്ലാസ്മ ആർക്ക് വെൽഡിങ് മാത്രമേ ഉള്ളൂ. മറ്റേടത്ത് സാധാ നോസിലാണ്, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോസിലാണ്. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്ക് അത് കൺസ്ട്രക്ട് ചെയ്ത് വരുന്ന നോസിലാണ്. ഷീൽഡിംഗ് ഗ്യാസ് രണ്ടിടത്തും ഉണ്ട്, ഗ്യാസ് സിലിണ്ടർ രണ്ടിടത്തും ഉണ്ട്. അതുപോലെ തന്നെ നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡും രണ്ടിടത്തും ഒരുപോലെയുള്ളതാണ്. അപ്പം 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കൺസ്ട്രക്റ്റിംഗ് നോസിലാണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ.